ഈശോയുടെ പ്രിയപ്പെട്ടവരെ, തിരുവൃഷ്ടം വഴിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. പ്രാർത്ഥന ജീവിതത്തിൽ ദൈവവുമായി നമ്മെ ഐക്യപ്പെടുത്തുന്ന ഒരു വേദിയാണ്. ദൈവിക ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലമാണ് പ്രാർത്ഥനയുടേത്. പ്രയർ മീൻസ് റിലേഷൻ. ഒരു ദൈവിക ബന്ധം ഉണ്ടാകുക. ദൈവിക ബന്ധം എപ്പോഴും നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. ഈ ശക്തിപ്പെടലിലൂടെ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് വരികയാണ് ഓരോ പ്രാർത്ഥനയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഫലമെന്നും നമ്മൾ പറയുമ്പോൾ അനേകർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. കാര്യങ്ങൾ കാണാനും ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുമാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കാനല്ല പ്രാർത്ഥനയെങ്കിൽ പിന്നെ എന്തിനു പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത സാധാരണ ഉയർന്നു കേൾക്കാറുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ന്യായമായി തോന്നാവുന്നൊരു കാര്യമാണ്. ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ പറയുകയും ഇല്ലാത്തവയൊക്കെ നേടിയെടുക്കുകയും ഉള്ളവയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം സഹായിക്കുകയും ഇഷ്ടമില്ലാത്തതൊക്കെ മാറ്റിത്തരികയും കഷ്ടമായതൊക്കെ നീക്കിത്തരികയും ചെയ്യുന്നതാണ് പ്രാർത്ഥനയെന്ന് നമ്മൾ ധരിച്ചു വശമായിട്ടുണ്ട്. ഇതൊരു സാമാന്യ ധാരണയാണ്. ക്രൈസ്തവ വിശ്വാസവുമായി ഇതിന് ബന്ധമില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമകരമായ സാഹചര്യത്തെ അതിജീവിക്കാൻ ദൈവിക സഹായം ലഭ്യമാവുന്നില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? പിന്നെ ഒരു ദൈവം തന്നെ എന്തിനാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പ്രാർത്ഥന എങ്ങനെയാണ് ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് പറയാൻ ഒരു ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതാം. 1998 ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതിന്റെ പിറ്റേ വർഷം കടുത്ത പ്രതിസന്ധിയിലൂടെയും അസ്വസ്ഥതയിലേക്ക് കടന്നു പോകാൻ വീട്ടിൽ നിന്നാണെങ്കിൽ ഇറക്കി വിടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും തെരുവിലും സുഹൃത്തുക്കളുടെ അടുത്തൊക്കെയാണ് കഴിയുന്നത്. ഭാര്യയും മക്കളും ഒക്കെ ഭാര്യ വീട്ടിലാണ്. എനിക്ക് കിടക്കാനിടയില്ല. അതിനേക്കാൾ ഉപരി സാമ്പത്തികമായ ഒത്തിരി ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ കേസുകളൊക്കെ വരും. അത്തരത്തിൽപ്പെട്ട് വന്ന ഒരു കേസാണ്, ഞാൻ കെട്ടിടം പണിതപ്പോൾ അതിലൊരു മുറി കൊടുക്കാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയ തുക കയ്യിലിരിക്കുന്നു. ആ അഡ്വാൻസ് വാങ്ങിയ തുകയുടെ ബാക്കി തുക, മുഴുവൻ അഡ്വാൻസായി തരേണ്ട തുക കയ്യിലില്ലാത്തതുകൊണ്ട് അയാൾക്ക് കെട്ടിടം എടുക്കാൻ കഴിയാതെ പോകുന്നു. മുൻകൂർ തന്ന 25,000 രൂപ തിരിച്ചു ചോദിക്കുന്നു. നമ്മളടുത്ത് കൊടുക്കാനില്ല. അതുകൊണ്ട് അദ്ദേഹം കേസിന് പോകുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വിളിക്കുമ്പോൾ കേസിന്റെ ഡേറ്റിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ കോടതിയിലെ കാര്യം ഒന്ന് പരിഹരിക്കണമെന്ന് കരുതി സുഹൃത്തായ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് നോക്കാമെന്ന് പറഞ്ഞെങ്കിലും ഗൗരവമായിട്ട് പരിഗണിച്ചില്ല. കേസ് നടക്കുന്ന ദിവസം ആ ഡേറ്റ് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞതുകൊണ്ട് ആ ദിവസം ജാമ്യം എടുക്കണം. കോടതി ചെല്ലുമ്പോൾ ജാമ്യം എടുക്കാനായിട്ട് 2 പേരെ അന്വേഷിക്കുക. ആദ്യം തന്നെ ഞാൻ എൻ്റെ പിതാവിനെയാണ് സമീപിച്ചത്. പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തായ ഒരാളെ കണ്ടുമുട്ടി. കരസ്മാറ്റിക് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാന സമയമായപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു. കടുത്ത വിഷമത്തോടെ ഞാൻ എറണാകുളത്ത് നിൽക്കുകയാണ്. എറണാകുളത്ത് ബസിലിക്കയുടെ അടുത്തുള്ള ആരാധനാലയത്തിന്റെ മുൻപിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ സുഹൃത്തുമായി ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ സുഹൃത്ത് എന്നോട് പറയുകയാണ്, ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്തു പോകും, റിമാൻഡ് ചെയ്യപ്പെടും. അങ്ങനെ വന്നാൽ പിന്നെ അതിന് രക്ഷപ്പെട്ടു പോരുക വലിയ ബുദ്ധിമുട്ടാണ്. ജാമ്യം എടുക്കാൻ ആളില്ല. ഞാനാണെങ്കിൽ ആ കാലത്ത് സുവിശേഷം പറയാനായി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട്. കാര്യമായ പ്രവർത്തനമൊന്നും നടത്തുന്നില്ല. ശുശ്രൂഷകളൊന്നും അന്ന് വന്നിട്ടില്ല. തുടക്കക്കാരനാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ജീവിതാഭിലാഷം ലോകം മുഴുവനും സുവിശേഷം പറയണം, ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയണം എന്നൊക്കെയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിൽ വലിയൊരു അനുഭവം കൈമുതലായിട്ടുണ്ട്. പക്ഷേ രോഗാവസ്ഥയിൽ നിന്നുണ്ടായ വിടുതലിനെ കുറിച്ച് പോലും നാലോട് പറയാനുള്ള ഒരു വേദി പോലും ലഭിച്ചിട്ടില്ലാത്തൊരു കാലം കൂടിയാണ്. മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോകണം, അനേകരോട് സുവിശേഷം പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ബാധ്യതകളുള്ളത് കൊണ്ട് നാട് വിട്ടു പോകാൻ നിവൃത്തിയില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഭാര്യയും മക്കളെയും കൊണ്ട് ഭാര്യ വീട്ടിലാക്കി. ഞാൻ എറണാകുളത്താണ് മിക്കവാറും കഴിയുന്നത്. തെരുവിലാണ് ജീവിതം. ഇടയ്ക്ക് ഭാര്യ വീട്ടിൽ പോവും.
വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി തിരികെ പോരും എന്നല്ലാതെ അവിടെ പാർപ്പും സാധ്യമല്ല. അങ്ങനെ വളരെ അസ്വസ്ഥമായി നിരാലംബമായ രീതിയിൽ ജീവിക്കുന്ന ഒരു സമയത്ത് ഈ കേസ് വരുന്നു. കേസിന്റെ ഡേറ്റ് അറിഞ്ഞു. ആ ഡേറ്റിൽ കോടതിയിൽ ഹാജരാകുന്നതിനെ കുറിച്ച് എൻ്റെ സുഹൃത്തുമായിട്ട് പങ്കുവച്ചു. അദ്ദേഹത്തിന് നിരവധി കേസുകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം നിർബന്ധമായി പറഞ്ഞു 2 ജാമ്യക്കാരായിട്ട് പോയില്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ ജാമ്യക്കാരെ അന്വേഷിച്ചു. പിതാവിനോടാണ് ആദ്യം ഈ കാര്യം പറയുന്നത്. അദ്ദേഹം അത് നിരസിച്ചു. അങ്ങനെ അടുത്തൊരാളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ എറണാകുളത്തെ എൻ്റെ സുഹൃത്തുമായി ഈ കാര്യം പങ്കുവച്ചു. അദ്ദേഹം കരസ്മാറ്റിക് രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്. സാധാരണഗതിയിൽ പ്രാർത്ഥനയിലേക്കും മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലൊക്കെ കഴിയുന്ന ആളുകളാണല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ ആധാരമോ കരമടച്ച റെസീറ്റോ എന്നുള്ള കാലമല്ല. ഈ സുഹൃത്തിന്റെ അടുത്ത് കരമടച്ച റെസീറ്റ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ചെയ്യാം എന്ന് വാഗ്ദാനമൊക്കെ ചെയ്തെങ്കിലും അവസാന സമയത്ത് അദ്ദേഹം കാര്യം മാറി. അങ്ങനെ ജാമ്യത്തിലെടുക്കാൻ ആളില്ല എന്നൊരവസ്ഥയിൽ വളരെ അസ്വസ്ഥനായി എറണാകുളത്ത് ബസിലിക്കയുടെ മുമ്പിലുള്ള ആരാധന മഠത്തിന് മുൻപിൽ ഞാനൊരു സുഹൃത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഇത് ചിലർ കളിയല്ല. കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെ റിമാൻഡ് ചെയ്യാനായിട്ട് പറയും. ജാമ്യക്കാരില്ലെങ്കിൽ അകത്ത് പോകേണ്ടി വരും. കടുത്ത മനപ്രയാസം തോന്നി. നെഞ്ചുവേദന എടുക്കുന്നത് പോലെ തോന്നി. കടുത്ത വേദനയോടെ ഞാൻ ഈ ആരാധന മഠത്തിലേക്ക് പോയി. സുഹൃത്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഓടിയ ആരാധന മഠത്തിനകത്തേക്ക് കയറി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ കമിഴ്ന്നു കിടന്നു. സകല ആശ്രയവും നഷ്ടപ്പെട്ടു. ഇനി രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. നീ മാത്രം അഭയം എന്ന് ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഞാൻ കമിഴ്ന്നു കിടക്കുന്നത്. അവിടെ അങ്ങനെ കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കുന്നവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുമായിട്ടൊക്കെ കുറെ ആളുകളുണ്ട്. ഞാൻ ചെന്ന വഴി ആ വാതിക്കൽ തന്നെ കമന്ന് കിടന്നു. അങ്ങനെ കമന്ന് കിടന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ അകത്ത് പോകാൻ പോവാണ്. ഒരു മാർഗവുമില്ല, ആരും സഹായിക്കാനില്ല. സാധാരണഗതിയിൽ ഒരു സഹായം തേടിയാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും പറയാനില്ല. ഇനി 24 മണിക്കൂർ പോലും തികച്ചില്ല, ഒരു സഹായം കണ്ടെത്താനുള്ള മാർഗമില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ അകത്ത് പോകാൻ പോവാണ്. അപ്പൊ കർത്താവ് ചോദിച്ചു, എന്താണ് നിന്റെ ജീവിത ലക്ഷ്യം? ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ. അത് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. ദൈവവചനം മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. ലോകത്തിൽ പെട്ടുപോയ ആളുകളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവരെ സത്യമാർഗത്തിലേക്ക് പുനരാനയിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം. ഒരാശ്രയവുമില്ല എന്ന് കരുതുന്നവന് യേശു ആശ്രയമായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇനിയുള്ള ജീവിതത്തിലെ ലക്ഷ്യം. അപ്പൊ യേശു ചോദിച്ചു, നിനക്ക് അങ്ങനെ പോകാൻ എന്ത് ഉപകരണമാണ് വേണ്ടത്? ഞാൻ പറയും, പ്രത്യേകിച്ചൊരു ഉപകരണം വേണ്ട. വചനം പറയാൻ പ്രത്യേകിച്ച് ഒരു പുസ്തകത്തിന്റെ ആവശ്യമില്ല, ബൈബിൾ കയ്യിൽ വേണമെന്നില്ല. അല്ലാതെ തന്നെ വചനം പറയാൻ കഴിയും. അപ്പൊ കർത്താവ് ചോദിച്ചു, അങ്ങനെയെങ്കിൽ പിന്നെ ജയിലിൽ പോയാൽ എന്താ കുഴപ്പം? എവിടെയാണെങ്കിലും സുവിശേഷം പറഞ്ഞാൽ പോരെ? ഞാൻ ആ കിടപ്പിൽ ആലോചിച്ചു, അത് ശരിയാണല്ലോ. ജയിലിൽ പോയാൽ ജയിലിലുള്ളവരോട് സുവിശേഷം പറയും. പോകുന്നിടത്ത് പറയുമെന്നല്ലാതെ പ്രത്യേകമായി ഇന്നിടത്ത് പറയാം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കർത്താവ് എന്നെ ജയിലിലേക്ക് അയക്കുകയാണ് എന്ന് എനിക്ക് തോന്നി. ഞാൻ തമ്പുരാനോട് പറഞ്ഞു, ഞാൻ റെഡിയാണ് പോകാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ തിരികെ പോന്നു. ആ പറഞ്ഞു കഴിഞ്ഞ ഉടനെ എൻ്റെ ഹൃദയഭാരം അകന്നു. എൻ്റെ മുഖം പ്രസന്നമായി. ഞാൻ തിരിച്ചു വന്നു. എന്നെ കാത്തു തന്ന സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ജയിലിൽ പോകാൻ ബുദ്ധിമുട്ടില്ല. എവിടെയാണെങ്കിലും വചനം പറയണം. ആരോടാണെങ്കിലും പറയാനുള്ളത് ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. അത് പറയാൻ ജയിലാണ് നല്ല സ്ഥലമെന്ന് കർത്താവ് തിരഞ്ഞെടുത്താൽ അവിടേക്ക് പോകണം. അവിടെയാവും ഞാൻ വചനം പറയേണ്ടത്. അദ്ദേഹത്തിന് വിസ്മയമായിട്ട് തോന്നി. എല്ലാ ആശ്രയവും കൈവിട്ട് തകർന്നു പോകുന്നതിന് പകരം ദൈവം ജയിലിലേക്ക് അയക്കുകയാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പിറ്റേന്ന് ഞാനൊരു സുഹൃത്തുമായി എറണാകുളത്ത് ജില്ലാ കോടതിയിൽ എത്തി. അവിടെ ഈ കേസ് ഉണ്ടോ എന്ന് പരിശോധിച്ചു. അങ്ങനൊരു കേസില്ല. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തായ അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ട് ആ കോടതിയിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ആ കോടതിയിൽ അങ്ങനെ ഒരു കേസില്ല.
ഈ കേസ് ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റിയത് സ്റ്റേഷനിൽ കൊടുത്തൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. വാദിയായ സുഹൃത്ത് എന്നെ കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. അവിടെ ചെന്നപ്പോഴാണ് കോടതിയിൽ ഈ കേസുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതിന് SI അറിയുന്നത്. അങ്ങനെ അവിടെ നിന്ന് കോടതിയിൽ കേസുള്ളത് കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പ്രശ്നമില്ലാതെ പുറത്തേക്ക് പോന്നു. എന്നിട്ടാണ് ഈ കേസ് കോടതിയിലില്ല എന്ന് കേൾക്കുന്നത്. ഞാൻ തിരികെ പോന്നപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ദൈവത്തോട് പറഞ്ഞ വാക്ക് ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടാണോ പറയുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു അതെന്നാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നൊരു പോലീസുകാരൻ അന്വേഷിച്ചു വരുന്നത്. അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനിടയ്ക്ക് ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ കൊള്ളക്കാരൻ താമസിച്ചിരുന്നു. അന്നൊന്നും ഈ ചോദ്യം ഉണ്ടായില്ല. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഒരു പോലീസുകാരൻ എൻ്റെ വീട്ടിൽ വരുന്നു. എന്നിട്ട് ഇങ്ങനൊരു കേസ് ഉണ്ട്, ഒരു വാറണ്ട് ഉണ്ട് നിങ്ങൾക്കെതിരായിട്ടെന്ന് പറയും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ കേസ് ജില്ലാ കോടതിയിൽ നിന്ന് സാമ്പത്തിക കുറ്റങ്ങൾ വിധിക്കുന്ന ഒരു കോടതി വേറെ ഉണ്ട്, അങ്ങോട്ട് മാറിയിരുന്നു. കേസുകളുടെ ബാഹുല്യ നിമിത്തം മാറ്റിയതാണ്. പക്ഷേ വേണ്ട വിധം ആ കേസ് എടുക്കാനോ അന്വേഷിക്കാനോ ആ കോടതി തയ്യാറായില്ല. കാരണം ആ കോടതി വലിയ കേസുകൾ ബാധിക്കുന്ന ഒരു കോടതിയാണ്. 3 കോടിയിലധികം രൂപയൊക്കെ അങ്ങനെയുള്ള സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന കോടതി. അതുകൊണ്ടാണ് ഈ കേസ് എടുക്കാൻ വൈകിയത്. അങ്ങനെ ആ കോടതിയിൽ ഞാൻ ഹാജരാകുന്ന സമയത്തും അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. അവിടെയാണ് ദൈവിക ഇടപെടലിന് കാരണമാകുന്നത് നമ്മുടെ എത്രത്തോളം സമർപ്പണമുണ്ട്, ആ പ്രശ്നത്തെക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവത്തിലേക്ക് തിരിയുന്നുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആ കോടതി കേസ് വന്നപ്പോൾ എൻ്റെ സുഹൃത്തായ വേറൊരു അഡ്വക്കേറ്റിനെ കേസ് ഏൽപ്പിച്ചു. വാറണ്ടുമായിട്ട് വന്ന പോലീസുകാരൻ പറഞ്ഞത് ഹാജരാകണമെന്നാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അപ്പത്തന്നെ കൂടെ വരാം, അറസ്റ്റ് ചെയ്യേണ്ടതാണ്, വാറണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൂടെ വരാം. അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ചതിക്കരുത്, കോടതിയിൽ ഹാജരാകണം, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയില്ല എന്ന പേര് വരും എന്ന് പറഞ്ഞാണ് എന്നെ ഒഴിവാക്കി വിട്ടത്. കോടതിയിൽ ഞാൻ ചെല്ലുമ്പോൾ, അഡ്വക്കേറ്റുമായിട്ട് ചെല്ലുമ്പോൾ 2 ജാമ്യക്കാരെ അപ്പോൾ തയ്യാറാക്കിയത്. ആ 2 ജാമ്യക്കാരുടെയും പേര് എനിക്കറിയാവുന്നത്, ഒരാളുടെ പേര് വർഗീസ് എന്നാണ്, ഒരാളുടെ പേര് ജോർജ് എന്നാണ്. പ്രായമുള്ളൊരു ചേട്ടൻ ജോർജ് ആണ്, അദ്ദേഹത്തിന് തന്നെ മരുമകനാണ് മറ്റേയാൾ, അദ്ദേഹത്തിന്റെ പേര് വർഗീസ് എന്നാണ്. അങ്ങനെ 2 പേരും കോടതി വന്നു. അവരുടെ കരടച്ച റെസീറ്റൊക്കെ ഉണ്ട്. അഡ്വക്കേറ്റ് ആപ്ലിക്കേഷനൊക്കെ പൂരിപ്പിച്ചു കൊടുത്തു. കേസ് വിളിച്ച സമയത്ത് എന്നോട് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു, പൈസ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു, അത് പറയാൻ കഴിയില്ല, ഞാൻ ചെക്ക് കൊടുത്തതാണ്, എൻ്റെ കൈപ്പടയിൽ എഴുതിയ ചെക്കാണ് ഞാൻ കൊടുത്തത്, അതുകൊണ്ട് കൊടുത്തില്ല എന്നിങ്ങനെ പറയണേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതല്ല, പൈസ കൊടുക്കാനുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കും, കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ കേസ് നിലനിൽക്കൂ, അപ്പോഴേ വാദിക്കാൻ പോകുള്ളൂ. കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അകത്ത് പോകേണ്ടി വരും. ഞാൻ കൊടുക്കാനുണ്ട് എന്ന് തന്നെ പറയാൻ തീരുമാനിച്ചു. നുണ പറയാൻ പറ്റില്ല, അതുകൊണ്ട് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കാനുണ്ട് എന്ന് പറയും എന്ന് തന്നെ പറഞ്ഞു. അഡ്വക്കേറ്റിനോട് പറഞ്ഞു, എന്നെ ചതിക്കരുത്, മാർട്ടിനെ ജയിലിൽ കയറ്റിയതായിട്ട് എൻ്റെ പേര് വരുത്തരുത് ദയവ് ചെയ്ത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. എന്നോട് ചോദിച്ചാൽ പണം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കാനുണ്ട് എന്ന് പറയും എന്ന് തീരുമാനിച്ചതന്നെ. അങ്ങനെ കോടതി കേസ് വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് പേപ്പറുകളൊക്കെ കൊടുത്തു. ജാമ്യാപേക്ഷ പരിശോധിച്ചപ്പോഴാണ് 2 ജാമ്യക്കാരുടെ പേരും കരമടച്ച റെസീറ്റിൽ വർഗീസാണ്, ബാക്കിയുള്ള രേഖകളിൽ ഒരാളുടേത് ജോർജും ഒരാളുടേത് വർഗീസും. ഒരാളുടെ പേര് ജോർജ് എന്നും വർഗീസ് എന്നും കണ്ടപ്പോൾ ഒരു മൂസതായിരുന്നു മജിസ്ട്രേറ്റ്. അദ്ദേഹം പറഞ്ഞു, ഇത് അനുവദിക്കാൻ കഴിയില്ല ഈ ജാമ്യം. കാരണം ഞാനെങ്ങാനും മുങ്ങിയാൽ എന്നെ അന്വേഷിച്ച് പോലീസ് ജാമ്യക്കാരൻ്റെ വീട്ടിൽ ചെല്ലും. ജോർജ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ ജോർജ് അല്ല വർഗീസ് ആണെന്ന് പറയും.
എന്നിട്ട് വർഗീസ് ആണെന്നുള്ള രേഖ കാണിക്കും. അവിടെ ചെന്ന് വർഗീസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ ജോർജ് ആണെന്ന് പറയും. അപ്പോ ജാമ്യക്കാരനെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. 3 വർഷമായി എടുക്കാതിരുന്നൊരു കേസ് പലപ്പോഴും കോടതി വിളിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം നടന്നില്ല. അതുകൊണ്ട് തടയപ്പെട്ടിരുന്നൊരു കേസ് അഡ്വാൻസ് ജാമ്യം എടുക്കാൻ ചെന്നേക്കാണ്. അങ്ങനെ ചെന്നയാൾക്ക് ജാമ്യക്കാരിൽ ഒരാളുടെ പേര് 2ആയി മാറിയതുകൊണ്ട് ജാമ്യം സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഞാൻ എന്തായാലും അകത്തും. അപ്പൊ ഈ തർക്കം നടക്കുന്നത് കൊണ്ട്, പേരിനെ കുറിച്ചുള്ള സംശയം ഉണ്ടായതുകൊണ്ട് പണം കൊടുക്കാനുണ്ടോ എന്ന കാര്യം മജിസ്ട്രേറ്റ് ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കാതിരുന്നു. ഈ തർക്കം നടന്നു. എന്റെ അഡ്വക്കേറ്റിന് ജോർജും വർഗീസും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പക്ഷെ കോടതിയിലുണ്ടായിരുന്ന മറ്റ് അഡ്വക്കേറ്റുമാർ പലരും പറഞ്ഞു ജോർജിന്റെ മലയാള പേരാണ് വർഗീസ്. മജിസ്ട്രേറ്റ് മൂസദ് പറഞ്ഞു കാര്യം ശരിയാണ്, പക്ഷേ ഇത് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. ഒരു നിമിഷം കോടതി നിശബ്ദമായി. എന്റെ അഡ്വക്കേറ്റിന് വാദിക്കാനൊന്നുമില്ല. അങ്ങനെ വാദിക്കാതെ നിന്നു. ആ സമയത്ത് മജിസ്ട്രേറ്റ് സ്വമേധയാ ഒരു തീരുമാനമെടുത്തു, ഇന്ററിം ജാമ്യം. അങ്ങനെ ഒരു ജാമ്യ വ്യവസ്ഥയുണ്ടെന്ന് അന്ന് എനിക്ക് വേണ്ടി വാദിച്ച എന്റെ അഡ്വക്കേറ്റ് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ അടുത്തൊരു ദിവസം മജിസ്ട്രേറ്റ് നേരിട്ട് കണ്ട് ഒരു ജാമ്യക്കാരനെ ഹാജരാക്കിയാൽ മതി എന്ന ഇളവിൽ എന്നെ വിട്ടു. ഞാൻ പോന്നു. പിന്നീട് ആ കേസ് ഒത്തുതീരാണ് ഉണ്ടായത്. പണം കൊടുത്തു, വീട് വിറ്റ് പണം കിട്ടിയപ്പോൾ അപ്പൻ തന്ന പൈസയിൽ നിന്ന് അവന്റെ പൈസ കൊടുത്തു. അങ്ങനെ ആ കേസ് തീർന്നുപോയി. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിച്ചല്ല നമ്മൾ ദൈവത്തിനടുത്ത് പോകേണ്ടത്. ദൈവാശ്രയമാണ് പ്രധാനമായിട്ടുണ്ടാകേണ്ടത്. ദൈവത്തോടൊരു കാര്യം നടക്കാൻ പ്രാർത്ഥിക്കുകയല്ല, ദൈവം എന്തു പറയുന്നു എന്നത് കേൾക്കുകയാണ് പരമപ്രധാനം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് പരമപ്രധാനം. രണ്ടിടത്തും 2 കാര്യങ്ങൾ അപ്രകാരം ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചു. ഒന്ന്, ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്ന് ഞാൻ ദൈവസന്നിധി പറഞ്ഞു. 2ാമത്, ജയിലിൽ പോകേണ്ടി വന്നാലും നുണ പറയില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് നിലപാട് സ്വീകരിക്കുന്നു, നാം എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തെ പരമപ്രധാനമായി കാണുന്നു, നമ്മുടെ പ്രശ്നത്തെക്കാൾ ഉപരി ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ നിലയുറപ്പിക്കുന്നു എന്നതാണ് പരമപ്രധാനം. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് കാര്യം നേടുക എന്ന കുറുക്കു വഴിയല്ല നമുക്കുണ്ടാകേണ്ടത്. ദൈവം നമ്മോട് എന്തു പറയുന്നു എന്നത് ശ്രദ്ധിക്കുക. പ്രശ്നത്തിന്റെ കാലുഷ്യത്തിലേക്കും കാഠിന്യത്തിലേക്കും നോക്കാതെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ ഹൃദയപൂർവ്വം നമുക്കാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഈ ഒരു ദൈവിക ഇടപെടലിനെ, ദൈവം കൂടെ വരുന്ന അനുഭവത്തെക്കാൾ ഉപരി നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് താൽക്കാലികമായ പരിഹാരങ്ങളാണ്. ഒരു കഷ്ടം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും. അതല്ലാതെ ഈ പ്രശ്നങ്ങളുടെ നടുവിലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാനുള്ള മനസ്സല്ല നമുക്കുള്ളത്. ദൈവം എന്നോട് എന്തു പറയുന്നു എന്നതിന് ചെവിയോർക്കാൻ വേണ്ടിയാണ് ജീവിതത്തിലെ ഓരോ തകർച്ചയിലും ഓരോ സാഹചര്യത്തിലും നാം എത്തപ്പെടുന്നത്. ദൈവസ്വരം ശ്രവിക്കാനായി ഹൃദയം തുറക്കുകയാണ് വേണ്ടത്. പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടുകയല്ല വേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ആലോചിക്കുന്നു. ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവികമായ സഹവാസമാണ്, ദൈവാനുഭവത്തിന്റെ തലമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം നമ്മോട് പറയുന്നത് എന്ത് എന്ന് ആലോചിക്കണം. ഒരു പ്രശ്നത്തെ നമ്മൾ കാണും വിധമല്ല ദൈവം കാണുന്നത്. ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ നാം ഭയക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവഭയത്തിൽ നിന്ന് നാം അകലുകയാണ്. ദൈവമാണ് പരമപ്രധാനമെന്നും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയാണ് ജീവിതമെന്നും ഹൃദയം കൊണ്ട് പറയാൻ കഴിയുമ്പോൾ മാത്രമേ ദൈവിക ബന്ധത്തിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റൂ. കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള അവസരമായി ജീവിതത്തിലെ കഷ്ടതയെയും ഞെരുക്കത്തെയും കാണുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് കഴിയും. എന്റെ പ്രശ്നത്തിൽ മാത്രം മുടക്കിയാണ്, ആ പ്രശ്നത്തിലേക്ക് നോക്കിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ കടുത്ത വേദനയിലും നിരാശയിലും മുഴുകിയിരിക്കുമ്പോൾ പ്രകാശപൂർണമായ ദൈവത്തിന്റെ തിരുമുഖം എനിക്ക് കാണാൻ കഴിയില്ല. കർത്താവ് എന്നോട് പറയുന്നത് എന്ത് എന്ന് കാണാൻ
കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ, കർത്താവിന്റെ സ്വരം ശ്രവിക്കാൻ ഹൃദയം സമർപ്പിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ജീവിത പ്രതിസന്ധിയെ ഭയക്കാതെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവിക പ്രകാശം നമുക്ക് അനുഭവിക്കാൻ പറ്റുക. എല്ലാവരും ഒറ്റപ്പെട്ട് ആരും സഹായിക്കാനില്ലാതെ തകർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും കർത്താവിന്റെ കരം നമ്മോട് കൂടെയുള്ള നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതിന് വേണ്ടത് ഈ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തെ കാണാൻ നമുക്ക് കഴിയണം. ദൈവം ഇവ പരിഹരിച്ചു തരും എന്നൊരു കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന ഏത് സാഹചര്യവും ഞാൻ സ്വീകരിക്കും, ഏത് സഹനവും ഞാൻ സ്വീകരിക്കും, എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആ നിമിഷത്തിൽ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും അതിശയകരമായ ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിത പ്രയാസങ്ങൾക്കകത്ത് നാം കുറുക്കുവഴികൾ അന്വേഷിക്കുന്നത്? അത് നമ്മുടെ പ്രശ്നത്തെ നമുക്ക് ഭയമുള്ളത് കൊണ്ടാണ്. അത് സാമ്പത്തികമായ പ്രശ്നങ്ങളാകട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളാകട്ടെ, മനസ്സിന്റെ മേഖലയിലെ തകർച്ചകളാകട്ടെ, എല്ലാവരും ഒറ്റപ്പെടുന്ന അവസരമാകട്ടെ, അപമാനങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളാകട്ടെ, ആ സാഹചര്യങ്ങളിൽ നാം അകപ്പെട്ടിട്ടുള്ള കുടുക്കുകളിലേക്ക് നോക്കാതെ നമ്മെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ചൊരുവനിലേക്ക് നോക്കാനും അവനെ സ്നേഹിക്കുന്നുവെന്ന് ആ അവസ്ഥയിലും പ്രഖ്യാപിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ദൈവാനുഭവത്തിന്റെ തലമായി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ക്ലേശകരമായ സാഹചര്യം മാറിത്തീരും എന്നതാണ് പരമാർത്ഥം. അപ്രകാരം ഒരു ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും സഹനവും ക്ലേശവും ഒക്കെ നമുക്ക് ആനന്ദകരമായ അനുഭവമായിട്ട് മാറും. റോമർ ലേഖനം 8:35 പറയുന്നത് പോലെ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ എന്തു വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? യേശുക്രിസ്തുവുമായുള്ള ഗാഢമായ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ആ ഗാഢമായ ബന്ധത്തിനകത്തായിരിക്കാൻ ജീവിതത്തിലെ ഈ തകർച്ചയുടെ നിമിഷത്തിലും ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ അത്യാവശ്യമെന്ന് എനിക്ക് ബോധ്യമുണ്ടാകുമെങ്കിൽ ഞാൻ എനിക്ക് ഉത്തരമായി ദൈവം നൽകിയ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കാനിടയാവും. ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജീവിത പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടതോ മാത്രം ഒരു അടയാളമായിട്ട് പറയാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. ആ സമയത്ത് നാം ദൈവിക സമാധാനം അനുഭവിക്കണമെങ്കിൽ ദൈവം പറയുന്ന വാക്കിലേക്ക് തിരിയണം. ഏത് അവസരവും ഏത് സാഹചര്യവും കർത്താവിനെ പ്രതി സ്വീകരിക്കും എന്നൊരു ഹൃദയനില നമുക്കുണ്ടാകണം. അപ്രകാരം ഒരു ഹൃദയനില നമുക്കുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഈ ഭൂമിയിൽ കഷ്ടതയും സഹനമൊക്കെ സഹിക്കുന്ന പീഡാനുഭവത്തിന്റെ വേളകളിൽ പതറിപ്പോകാതെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നു എന്ന ബോധ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് മെഴിയുയർത്തുന്നു. എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്നു. നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രാർത്ഥന ഒരു ദൈവിക ബന്ധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തു പതറിപ്പോകുന്നില്ല. തന്നെ പിടികൂടുമെന്നും ക്രൂശിക്കുമെന്നും കൃത്യമായി അറിയാവുന്ന ക്രിസ്തു ആ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ആ സഹനങ്ങളെ തള്ളി മാറ്റാനല്ല, ആ സഹനങ്ങൾക്ക് ശേഷം ഉദ്ധിതനാകുമെന്ന ഉറപ്പിൽ, പിതാവിന്റെ ഉറപ്പിൽ ജീവിക്കാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധാത്മാക്കളുടെ സഹന മാതൃക, ശ്രീഹന്മാരുടെ രക്തസാക്ഷിത്വം, സഹന ജീവിതം ഒക്കെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിന് ഇപ്രകാരം ഉപാധിയില്ലാതെ സമർപ്പിക്കുന്ന ഒന്നായി മാറണമെന്നാണ്. ഒരു കാര്യം കാണാൻ വേണ്ടി ദൈവത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് കരുതുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തോടല്ല സ്നേഹം, നാം നമ്മോടുള്ള സ്നേഹമാണ് പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായി നമുക്ക് വിഷമമുണ്ട്. ഒറ്റപ്പെടുമ്പോൾ വിഷമമുണ്ടാവും, കഷ്ടതയും സഹനം ഉണ്ടാകുമ്പോൾ വിഷമമുണ്ടാവും, എല്ലാവരും അപമാനിക്കപ്പെടുമ്പോൾ വിഷമമുണ്ടാവും. ആ വിഷമത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുമ്പോൾ അതിനർത്ഥം നാം നമ്മെ സ്നേഹിക്കുന്നുവെന്നാണ്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ്. എന്റെ ജീവിതത്തിലെ സാഹചര്യം ഏതു തന്നെയാണെങ്കിലും എനിക്കെന്തു തന്നെ സംഭവിച്ചാലും ഞാൻ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് അണുവിട മാറുകയില്ലെന്ന് വിശുദ്ധ പൗലോസിനോടൊപ്പം നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാം. നാം കരുതാത്ത രീതിയിൽ, നാം ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിൽ, ഒട്ടുമേ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസരത്തിൽ അത്ഭുതകരമായ മണിക്കൂറിൽ ദൈവം ഇടപെടും. ആ ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ആകരുത് നാം ഈ സ്വയം സമർപ്പണം നടത്തേണ്ടത്. അത് ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യത്തോടെ, അവനെ സ്നേഹിക്കുകയാണ് ജീവിതത്തിലെ പ്രധാന ധർമ്മം എന്ന ബോധ്യത്തോടെ അവനെ പ്രതി ജീവിതം നഷ്ടപ്പെടുത്താൻ മനസ്സ് കാണിക്കുമ്പോൾ നിശ്ചയമായും ഭൗതിക ജീവിതത്തിലും നിങ്ങൾ ദൈവത്തിന്റെ കരം പിടിക്കുന്ന അനുഭവം ഉണ്ടാകും. ദൈവം നിങ്ങളെ വിമോചിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകും.
അപ്രകാരം ഒരു ബോധ്യത്തോടെ വേണം ദൈവസന്നിധിയിലായിരിക്കാൻ. ഈ ലോകത്തിലെ പ്രശ്നങ്ങളും ഈ ലോകത്തിലെ പ്രതിസന്ധികളും കഷ്ടതകളും പ്രതികൂലങ്ങളും ഒക്കെ ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള അവസരമാണെന്നും ദൈവത്തോട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള അവസരമാണെന്നും തിരിച്ചറിഞ്ഞാൽ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കും. ദൈവിക സമാധാനത്തിൽ നിങ്ങളായിത്തീരുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതികൂലങ്ങൾ അകന്നു പോകും. അപ്പോഴാണ് കാറ്റും കോളും ശമിക്കുക. യേശുവിനെ കടലിൽ കാണുമ്പോൾ കാറ്റും കോളും വന്ന് ഭയന്ന് നിലവിളിക്കുന്ന ശിഷ്യന്മാർ യേശുവിനെ കടലിന് മീതെ നടന്നു വരുന്നവനായി കാണുമ്പോൾ അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിക്കുന്നു. വള്ളം കരയ്ക്കെടുക്കുന്നു. അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിക്കുമ്പോൾ അവർ കരയ്ക്കെടുക്കുകയാണ്. കാറ്റും കോളും കാണാതെ ക്രിസ്തുവിനെ കാണുകയും അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ വള്ളം കരയ്ക്കെടുക്കുന്നു. അവൻ വള്ളത്തിൽ കയറുകയല്ല, വള്ളം കരയ്ക്കെടുക്കുക. ഭൗതിക ജീവിതം നശ്വരമാണ്, ക്ഷണികമാണ്, പ്രശ്നകലുഷിതമാണ്. നാം ഓരോരുത്തരും ഓരോ വിധത്തിൽ സങ്കടങ്ങളിലും സഹനങ്ങളിലും ഒക്കെ പെട്ടുപോകുന്നവരാണ്. ഈ സങ്കടങ്ങളിലും സഹനങ്ങളിലും ഒക്കെ പെട്ടുപോകുമ്പോൾ, അതിനകത്ത് നാം മുങ്ങിപ്പോകുമ്പോൾ നമ്മൾ പ്രലോഭിതരാവുകയാണ്. നമ്മോടുള്ള സ്നേഹത്താൽ കുരുക്കപ്പെടുകയാണ്. എനിക്കെന്ത് സംഭവിക്കും, എനിക്ക് ആപത്ത് വരാൻ പോകുന്നു, എന്റെ ജീവിതം നശിക്കാൻ പോകുന്നു എന്നുള്ള ഭയങ്ങൾ നമ്മെ പിടികൂടുന്നത് നാം നമ്മെയാണ് സ്നേഹിക്കുന്നതെന്നുകൊണ്ടാണ്. ആ നമ്മയല്ല നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മെക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട് അവന് വേണ്ടി എന്ത് സഹനവും ഏറ്റെടുക്കാൻ എനിക്ക് കഴിയും. ക്രിസ്തുവിനെ പ്രതി ഞാൻ ഈ ലോകത്തിന് ചപ്പും ചവറുമാകുന്നതും ഉച്ഛിഷ്ടമായി തീരുന്നതും ഞാൻ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് ഒരാൾ ഹൃദയം കൊണ്ട് പറയാൻ തുടങ്ങുമ്പോൾ അയാൾ ദൈവികമായ സമാശ്വാസത്തിലേക്ക് വരും, ദൈവിക സമാധാനത്തിലേക്ക് വരും. ദൈവം കൂടെയുള്ള അനുഭവം ഉണ്ടാകും. അനുഗ്രഹം എന്നത് ദൈവം കൂടെ വരുന്നൊരവസ്ഥയാണ്, കാര്യം കാണുന്ന സാഹചര്യമല്ല. ഇന്ന് കാണുന്ന സാക്ഷ്യങ്ങളൊക്കെ, നമ്മൾ കാണുന്ന സാക്ഷ്യങ്ങളൊക്കെ, അത്ഭുതകരമായ ഇടപെടൽ എന്ന് പറയുന്നതൊക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ദൈവത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാൻ കഴിയുമെന്ന ബോധ്യമാണ്. അതുകൊണ്ടാണ് പരീക്ഷ എഴുതുമ്പോൾ അത് പാസ്സാകാൻ ദൈവത്തെ കൊണ്ട് ഇത് സാധിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തെ ഉപയോഗിച്ച് പരീക്ഷയെ ജയിക്കുക എന്നാണ് നാം കണക്കാക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവത്തെ ഉപയോഗിച്ച് അത് നേടിയെടുക്കാമെന്നാണ് നാം കരുതുന്നതെങ്കിൽ ദൈവത്തെ ഉപയോഗിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും സ്നേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നാം അല്ലാതായി തീരും. നമ്മോടുള്ള സ്നേഹത്തിൽ നിന്ന് പുറത്തു കിടക്കും. അങ്ങനെ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നമ്മൾ പുരോഗമിക്കും. ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ പുരോഗമിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മേൽ അധികാരിയായ അവിടുന്ന്, സർവശക്തനും പരിശുദ്ധനുമായ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാവും. ഇത്തരത്തിലൊരു അനുഭവത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, കഷ്ടതയാകട്ടെ, സഹനമാകട്ടെ, ദുരിതമാകട്ടെ, വരുന്ന ദുരിതങ്ങളെല്ലാം ക്ഷമാപൂർവ്വം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. സ്വർണ്ണമഗ്നിയിൽ എന്നതുപോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ഏത് പ്രതിസന്ധിയെയും, ഏത് പ്രതികൂലത്തെയും, ഏത് കഷ്ടതയെയും ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ, മനസ്സുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ അത്ഭുതകരമായിട്ട് മാറും. അത് ഈ അത്ഭുതം നടന്നു കാണാമെന്ന പ്രതീക്ഷയോടെ ആകരുത്. എന്ത് വേണമെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ. ഈ ലോകത്ത് ജീവിതത്തിൽ നമുക്ക് എന്താണ് നേടാനുള്ളത്? ഭൗതികമായ സമ്പത്ത് നേടിയാൽ പരിപൂർണതയിലെത്തുമോ? ജീവിതത്തിൽ നേടുന്ന വിജയങ്ങളൊക്കെ കൂട്ടായി ഉണ്ടാകുമോ? ഒന്നും നമ്മോട് കൂടെ ഉണ്ടാകില്ല. എന്നാൽ ക്രിസ്തു നമ്മോടൊപ്പമാണെന്ന ബോധ്യമുണ്ടായാൽ, ഏത് പ്രതികൂലതയിലും അവൻ കൂടെ ഉണ്ടെന്ന ബോധ്യമുണ്ടായാൽ അവനിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയും. ക്രിസ്തുവിനെ സാക്ഷാത്കരിക്കുന്ന അനുഭവം ഉണ്ടാകും. ദൈവസാക്ഷാത്കാരമാണ് യഥാർത്ഥത്തിൽ പരമപ്രധാനമായിട്ടുള്ളത്. ഈ ആത്മസാക്ഷാത്കാരത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ആ അനുഭവത്തെ വെല്ലാൻ ഉതകുന്ന ഒരു നന്മയും ഒരു ആനന്ദകരമായ അനുഭവവും ജീവിതത്തിൽ ഉണ്ടാകില്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദകരമായ അനുഭവം ദൈവം നമ്മുടെ കൂടെ വരുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൈവിക സമാധാനമാണ് യഥാർത്ഥത്തിൽ ദൈവിക ഭരണം. പ്രതികൂലങ്ങളെ ഭയക്കാതെ, പ്രക്ഷുബ്ധാവസ്ഥകളെ ഭയക്കാതെ, ലോകത്തെ ഭയക്കാതെ, ക്രിസ്തുവിൽ മാത്രം ശരണം ഗമിക്കാൻ, അവൻ കൂടെ ഉണ്ടെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ, അവനാണ് പരമപ്രധാനമെന്ന് പറയാൻ, ഈ കഷ്ടത അവൻ ഏറ്റുപറയാനുള്ള അവസരമാണെന്ന ബോധ്യത്തോടെ ഏറ്റുപറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും ഏത് സങ്കടത്തിലും നിങ്ങൾക്ക് മുഖത്ത് ഒരു മന്ദസ്മിതം ഉണ്ടാകും. ഏത് കഷ്ടതയെയും ജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മുഖം പ്രകാശിക്കും. ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമായിട്ടുണ്ടാകും. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, അപ്രകാരം അനുഗ്രഹപ്രദമായ ആനന്ദകരമായ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക്, ജീവിതത്തിൽ നേട്ടങ്ങളെക്കാൾ വലുതായ ആത്മസാക്ഷാത്കാരത്തിന്റെ വിജയത്തിലേക്ക്
എല്ലാവരും എത്തിച്ചേരാൻ ഇടയാകട്ടെ. അപ്രകാരം ഒരു ദൈവിക സമാധാനം ഹൃദയത്തെ ഭരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തെ ജയിക്കുകയാണ്, ക്രിസ്തുവിന്റെ പക്ഷത്താകുകയാണ്, പ്രലോഭനം ജയിക്കുകയാണ്, അങ്ങനെ ജീവിത വിജയം നേടുകയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തോടെ പ്രയത്നങ്ങളിൽ നിന്നൊന്നും അകന്നു പോകാതെ പ്രയത്നങ്ങളൊക്കെ ചെയ്തുകൊണ്ടും നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടും അതേസമയം തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ അവനവനെ സ്നേഹിക്കാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറാം. അങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയും. പരാതിയും പരിഭവവും ഇല്ലാതെ സന്തോഷമുള്ളവരായി ജീവിക്കാൻ കഴിയും. അങ്ങനെ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥമായ സുവിശേഷ പ്രഘോഷണം. അത് നിങ്ങൾക്കുമാകാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലും അവസരങ്ങൾ ധാരാളമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അവനിലേക്ക് തിരിയുകയും അവനെ ഹൃദയത്തിൽ അഭിലഷിക്കുകയും അവനിലാണെന്ന ബോധ്യത്തോടെ ജീവിക്കുകയും ചെയ്യാൻ ആത്മാവിന്റെ അധിക കൃപ എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.